ഹലോ ഡേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ, ഒരു അടിപൊളി കോംബോ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലിയർ സെയിൽ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ക്ലിയർ സെയിൽ വീഡിയോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ നമ്മളുടെ വീക്കിലിയും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിലും നമ്മൾ കുറച്ച് ക്ലിയർ സെയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ സീസൺ ക്ലോസ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പ്ലാൻസുകൾ എടുക്കുമ്പോൾ അതിനകത്തൊരു 3-4 ബാലൻസ് വരണത് നമ്മൾ ക്ലിയർ സെയിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേലും ഒരു ക്ലിയർ സെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ മന്ത്ലി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓരോ വീഡിയോസിൻ്റെ കമൻറ്റിൽ നിന്ന് നമ്മൾ നല്ലൊരു കമൻറ്റ് ചൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു ലക്കി ഡ്രോയിൽ നിന്ന് നമ്മളൊരു അടിപൊളി ഗിഫ്റ്റും കൊടുക്കാറുണ്ട് കേട്ടോ. അറിയാലോ, എപ്പോഴും തന്നെ നമ്മൾ അടിപൊളി ഗിഫ്റ്റുകൾ തന്നെയാണ് കൊടുക്കുന്നത്. നല്ല റെയർ വെറൈറ്റീസ് തന്നെയാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഇനിയും കണ്ടിന്യൂ അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഓക്കെ, കമൻറ്റ് ഇട്ടോളുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക കേട്ടോ. ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ബോഗൻവില്ല ഉള്ളവരുടെയും വീടുകളിലൊക്കെ നല്ല കട്ടയായിട്ട് നല്ല കൊല കുത്തിയായിട്ടായിരിക്കും അല്ലേ നമ്മുടെ പൂക്കളെല്ലാം പൂത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പഴയ പോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഹോം ഗാർഡൻ എന്നൊക്കെ അയച്ചു തരിക കേട്ടോ. വീണ്ടും നമുക്ക് കുറച്ച് അപ്ലോഡ് ചെയ്യാം. ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഹോം ഗാർഡൻസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത്? ഞങ്ങൾക്കത് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടുമായിരുന്നു എന്നെല്ലാം പറയാറുണ്ട്. ഒരിടയ്ക്ക് എനിക്ക് അയക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചതായിരുന്നു കേട്ടോ. ഒരുപാട് പേരൊക്കെ എനിക്ക് അയച്ചിട്ടിരുന്നു, അതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഗാലറി ഓൾമോസ്റ്റ് ഫില്ലാകുമ്പോഴേക്കും ഞാനത് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഒരു റിക്വസ്റ്റാണ്, ഹംബിൾ റിക്വസ്റ്റാണ്, എനിക്ക് അയച്ചിട്ടുള്ളവരും അയച്ചോളുക. ഞാൻ അയച്ച് തന്നിട്ട് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് ഇനി വല്ല ദേഷ്യത്തിലിരിക്കുകയാണോ എനിക്കറിയില്ല, ഒന്നോടുകൂടി അയച്ച് തന്നോളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആയപ്പോഴേക്കും മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴേക്കും ഇതിനകത്ത് ഗാലറി ഫില്ലായപ്പോഴേക്കും ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സോറി. കസ്റ്റമേഴ്സ് സന്തോഷത്തോടു കൂടി എനിക്ക് ഇനി നിങ്ങളുടെ ഹോം ഗാർഡൻസ് അയച്ച് തരിക, നമ്മളിത് അപ്ലോഡ് ചെയ്തോളാം കേട്ടോ. ഒത്തിരി എൻക്വയറി ഉണ്ട്, അതാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ഒരു അടിപൊളി ഹാപ്പി ന്യൂസാണ്. ഒരുപാട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പ്ലാൻസിൻ്റെ ഹോം ഡെലിവറി ചെയ്തുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹോം ഡെലിവറി ഓൾറെഡി സ്റ്റാർട്ടാണ്. ഈ ഹോം ഡെലിവറി 1-2 മാസമൊക്കെ മുമ്പേ നമുക്ക് എൻക്വയറി കാര്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഇത് എത്രമാത്രം സക്സസ് ആണ്, അല്ല ഇത് എത്രമാത്രം നമുക്ക് വിശ്വസിക്കാം എന്നുള്ളൊരു കാര്യങ്ങളെ ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നമുക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട് ഹോം ഡെലിവറി ചെയ്യൂ എന്ന് പറയുമ്പോൾ. എന്തിൻ്റെയും ഒരു പോസിറ്റീവും നെഗറ്റീവും നമ്മൾ അറിയണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഈ കാര്യം കൂടി പറയണത് കേട്ടോ. ഇപ്പം നമുക്ക് പെറ്റ്സ് വണ്ടിയിൽ നമ്മളുടെ സാധനങ്ങൾ കൊടുത്തു വിടുന്നുണ്ട്, DTDC കൊടുത്തു വിടുന്നുണ്ട്. DTDC എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഞാൻ എപ്പോഴും പറയും, എൻ്റെ 5 kg പോട്ട് എടുത്ത് ഒരു ഇലയ്ക്കോ എന്തുണ്ടെങ്കിലും ഒരു ശിഖരോ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞ് അങ്ങനത്തെ ഒരു നിങ്ങളുടെ പ്ലാന്റ്സിന് ഡാമേജ് ആവത്തക്ക രീതിയിൽ, പൂക്കൾ കൊഴിഞ്ഞു പോലെ സ്വാഭാവികമാണ്, പ്ലാന്റ്സിന് ഡാമേജ് ആയി എന്നുണ്ടെങ്കിൽ ഞാനത് 100% റീപ്ലേസ്മെൻറ്റോ റിഫണ്ടോ എന്ത് വേണമെങ്കിലും ഞാനത് ചെയ്ത് കൊടുക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് സെക്യൂറാണ്. ഈ 5 kg പോട്ട് വിത്ത് പോട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. ഇവിടെ എങ്ങനെയാണ് എൻ്റെ പ്ലാൻസ് ഇരിക്കുന്നത് അതേ രീതി തന്നെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തും എന്നുള്ളതും നമുക്ക് 100% അത്രയ്ക്ക് വിശ്വസിക്കാവുന്നതാണ്. നമുക്ക് DTDC എവിടെയെങ്കിലും ലാഗായി പോയിട്ടുണ്ടെങ്കിലോ പ്ലാൻസ് എങ്ങനെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അതിൻ്റെ ഓരോ DTDCയിലും നമ്മൾ അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അത് എവിടെ നിന്നാണ് പോയത്, എങ്ങനെയാണ് പോയതെന്ന് വരെ നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നതാണ് നമ്മൾ ഈ DTDC സർവീസ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പെറ്റ് സർവീസ് വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് കൊറിയർ എങ്ങനെ പാക്ക് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ അയച്ചപ്പോഴും എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത്, നിങ്ങൾ ഈ വിത്ത് പോട്ട് അയക്കും, അതാണെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ വിത്ത് പോട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഞാനിത് ഫസ്റ്റ് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ഞാനത് അങ്ങനെ തന്നെയാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടവും. എനിക്ക് അങ്ങനെ തന്നെയാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ട് വേണം കിട്ടാൻ. നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ്സുകൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഡാമേജ് വരും. എത്ര നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഡാമേജ് വരും. പിന്നെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് പൂക്കൾ പോകും, കുറച്ച് ഇലകളും പോയിട്ടേ അടുത്തത് കിളിർത്ത് വരുള്ളൂ. അപ്പോൾ അത്രയും ലാഗ് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവറിനെ കാണാനായിട്ട് ലാഗ് വരികയാണ്. അപ്പോൾ വിത്ത് പോട്ട് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഇരിക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ നമുക്ക് വിത്ത് പോട്ട് അങ്ങനെ തന്നെ കിട്ടും. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. പിന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒന്നും അപ്ഡേഷൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഫൈറോപ്പാലിൻ്റെ വലുതും മഹാറാണി
റാണി മഡറിനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ഷോർട്സും അല്ല വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെ കിട്ടണേന്നുള്ളത്. ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കുന്നത് എങ്ങനെയാണോ അത്രയ്ക്ക് 100% ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം ഒരു കമൻറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മളുടെ ഈ 5 kg പോട്ട് കിട്ടിയിട്ട് സാറ്റിസ്ഫൈഡ് എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ തന്നെ ഒന്ന് കമൻറ്റ് ഇട്ടോളണം കേട്ടോ. എത്രമാത്രം സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് സെക്യൂർ ആയിട്ടാണ് ഇത് കിട്ടണത് എന്നുള്ളൊരു കമൻറ്റ് കൂടിയിട്ട് ഇടും കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ്സ് പറയാറുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവരോടും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ അതൊന്ന് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്തോളണം കേട്ടോ. പിന്നെ ചെയ്തോളണമെന്ന് നിർബന്ധമല്ല, ചെയ്യൂ കേട്ടോ, റിക്വസ്റ്റാണ്. ഞാൻ ആ പറഞ്ഞൊരു രീതിയിൽ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഹോം ഡെലിവറിയാണ്. ഹോം ഡെലിവറി എന്ന് പറയുമ്പം മിനിമം 300 രൂപയാണ് ഒരു പോട്ടിന് ചാർജ് വരണത്. ഈ 300 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റ് സർവീസും 300 രൂപ തന്നെയാണ്. മിനിമം ഏറ്റവും ചെറുത് 3 പ്ലാൻസെങ്കിലും വേണം എന്നുള്ളതാണ് പെറ്റ്സിൻ്റെ ഒരു റൂൾസ്. അവരുടെ സ്റ്റാർട്ടിങ് 300 രൂപയാണ്. ഈ പ്ലാൻസ് ഹോം ഡെലിവറി ചെയ്യണവരും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. 300 രൂപ എന്ന് പറഞ്ഞാൽ ഹൈവേ സൈഡിലുള്ള എല്ലാവർക്കും 300 രൂപ മാത്രമേ ഉള്ളൂ. പെറ്റ്സ് കളക്ട് ചെയ്യണ പോലെ തന്നെ നമ്മൾ തിരുവനന്തപുരം ടു കാസർഗോഡ് ഹൈവേന്ന് കളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 300 രൂപ മാത്രമാണ് നമ്മുടെ പെറ്റ്സിൻ്റെ ചാർജ് ഹോം ഡെലിവറി പ്ലാൻസിൻ്റെ ചാർജ് വരുന്നുള്ളൂ. അത് ഒരു ബോക്സ് കേട്ടോ. ഒരു ബോക്സിൽ 1 മുതൽ 4 വരെ വലിയ പോട്ടാണെങ്കിൽ, ഇനി ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 5 പോട്ട് വരെയാണ് നമുക്കത് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. NH-ൽ നിന്നും നമ്മളുടെ അല്ലെങ്കിൽ മെയിൻ ഹൈവേയിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഒരു ബോക്സിന് 400 രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട്, അതായത് ഇപ്പോൾ നമ്മളൊരു എറണാകുളം ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ഇപ്പം എൻ്റെ പ്ലേസ് കോതമംഗലമാണ്. കോതമംഗലത്തേക്ക് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഒക്കെ നമ്മളൊരു മെയിൻ ജില്ല പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പെറ്റ്സിൽ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ ഹോം ഡെലിവറി പ്ലാൻസിൽ നമ്മുടെ ഇത് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്രൈവറുടെ നമ്പർ തരും. അവരുമായിട്ട് കറക്റ്റ് സംസാരിച്ച് വില നിങ്ങൾ തന്നെ ഇത് ഓക്കെ ആയിക്കോളണം കേട്ടോ. കാരണം നമ്മുടെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഹൈവേന്ന് കളക്ട് ചെയ്യാനാണെങ്കിൽ 300, അല്ലാത്തതിന് 400 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ വന്നിട്ട് കൂടുതൽ ചോദിച്ചു അങ്ങനെയുള്ളൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ പിന്നീട് പറയാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഡ്രൈവറുടെ നമ്പർ തരും, കോൺടാക്ട് ചെയ്തോളുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് DTDC അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് പ്ലാന്റ്സുകൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് 1 കിലോ പ്ലാന്റ് അയക്കണതിന് 80 രൂപയാണ്. അത് ഒരു 5 കിലോ അതിന് മുകളിലേക്കൊക്കെ ആയിട്ട് എടുക്കുമ്പോഴേക്കും അത് അവർ 50 രൂപയൊക്കെ ആയിട്ട് കുറയ്ക്കാറുണ്ട് ഒരു പെർ kg. അങ്ങനെ തന്നെയാണ് നമ്മളും നിങ്ങളുടെ അടുത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെർ kg വെയിറ്റ് പറയണത്. ഏത് സർവീസ് എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് കേട്ടോ. DTDC, പെറ്റ്സ്, ഹോം ഡെലിവറി പ്ലാൻസിൻ്റെ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണ്, പ്രൊഫഷണൽ കൊറിയർ അവൈലബിൾ ആണ്. ഏത് രീതിയിൽ വേണോ എന്നുള്ളത് നിങ്ങളുടെ ചൂസാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും എല്ലാം തന്നെ സെയിം എമൗണ്ട് ഒക്കെ തന്നെയാണ് വരണത്. പിന്നെ ഹോം ഡെലിവറി എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരും. DTDC ഒക്കെ ആണെങ്കിലും കുറച്ച് ദൂരെയുള്ളതാണെങ്കിൽ നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പെറ്റ്സ് ആണെങ്കിലും പോയി കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് വീട്ടിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ സംസാരിച്ചോളണം. പിന്നെ കുഞ്ഞ് പോട്ട് സൈസുള്ള പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ വില അതിലും കുറയും കേട്ടോ. കാരണം ഒരു ബോക്സിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വലുതാണെങ്കിൽ 4 എണ്ണമാണെങ്കിൽ ചെറിയ പോട്ടുകളാണെങ്കിൽ ഒരു 6 എണ്ണൊക്കെ ആയിട്ട് ഒരു ബോക്സിനകത്ത് തന്നെ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. ഈ 300 രൂപ റേറ്റിൽ നമുക്ക് 6 ബോക്സൊക്കെ ആയിട്ട് 6 പ്ലാന്റ് ഒക്കെ ആയിട്ട് വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ കവർ സൈസ് എന്നൊക്കെ പറയുമ്പോഴേക്കും അതിലും കൂടുതൽ വയ്ക്കാനായിട്ട് പറ്റും. ഒരു ബോക്സിനകത്തൊക്കെ ഒരു 10-12 എണ്ണമൊക്കെ വയ്ക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഡിഫറെൻ്റ് ആണ് കവർ സൈസ് വരണത്. ചില കവറുകൾ വളരെ ചെറുതാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് അപ്ഡേഷൻ ചെയ്തിട്ടുള്ള റൂബി ഫൈറോപ്പാൽ ചില്ലീസിൻ്റെ ഒക്കെ കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 കിലോ 3 കിലോ ഒക്കെ വെയിറ്റ് വരണതാണ്. അപ്പോൾ അങ്ങനത്തെയുള്ള കവറുകളൊക്കെ ആകുമ്പോഴേക്കും 12 എണ്ണം ഒന്നും വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 6 to 8 അത്രയൊക്കെയാണ് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾക്ക് ഹോം ഡെലിവറി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഹോം ഡെലിവറിയിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ അതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ ഡ്രൈവറുടെ നമ്പർ തരും. അങ്ങനെ തന്നെ സംസാരിച്ചോളാം. ഒരുപാട് ഉള്ളേരിയൊക്കെ പോയിട്ട് പിന്നെ അവിടെ വന്നിട്ട് ഫോൺ ചെയ്യലോ അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ടോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾക്കും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ സ്ഥലം പറഞ്ഞു നോക്കുക. അവർ കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എത്രയാണെന്നുള്ളൊരു എമൗണ്ട് കാര്യങ്ങൾ പറയും. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഹോം ഡെലിവറിയുടെ കാര്യം കേട്ടോ. പിന്നെ പെറ്റ്സ് ആണെങ്കിൽ ഞാൻ ഇനിയും ഡീറ്റെയിൽസ് പറയേണ്ട കാര്യമില്ലല്ലോ. പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സർവീസാണ്. നമുക്ക് കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ ഡിമോറ പെറ്റ്സിൻ്റെയാണ് നമ്മൾ എടുക്കുന്നത്. അവർ നമുക്ക് ആദ്യം 300 രൂപ ഒരു ബോക്സ് എന്ന് പറഞ്ഞിരുന്നു. 300 രൂപയ്ക്ക് നമ്മളൊരു 6-7 പ്ലാന്റ്സ് വരെയൊക്കെ കയറ്റി വിട്ടു. ലാസ്റ്റ് ആയപ്പോഴേക്കും ഈ 1 മാസം
മാസം മുമ്പായപ്പോഴേക്കും അവർ പറഞ്ഞു ഇപ്പോൾ പെറ്റ്സ് വണ്ടിയിൽ പെറ്റ്സ് ഇല്ല, പ്ലാന്റുകൾ മാത്രമാണ് ഓൺലൈൻ സെയിൽ ചെയ്യുന്ന, എല്ലാവരും ഈ പെറ്റ്സിനെ ആശ്രയിക്കുന്നുള്ളതുകൊണ്ട് അവർക്കത് മുതലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാന്റിന് 100 രൂപ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അവർ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പെറ്റ്സിനെ ആശ്രയിക്കുമ്പം കാസർഗോഡ് ടു തിരുവനന്തപുരം വരെയുള്ള ഇപ്പോൾ ആലപ്പുഴ റൂട്ടൊക്കെ വേറെയാണ് എങ്കിലും ആലപ്പുഴ പത്തനംതിട്ട റൂട്ടൊക്കെ പോകും, വയനാടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ ഇടുക്കി ജില്ല ഒഴിച്ചിട്ട് ബാക്കി എല്ലാം തന്നെ കവേർഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പെറ്റ്സിലാണെങ്കിൽ ഒരു പ്ലാന്റിന് 100 രൂപ എന്ന് പറയുന്ന ഒരു ഇതാണ് അവർ പറയുന്നത്. ഈ 100 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ചാർജ് 300 ആണ്. അപ്പോൾ മിനിമം ഒരു ബോക്സ് അല്ലെങ്കിൽ 3 പ്ലാന്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത്രയാണ് കേട്ടോ. പിന്നെ DTDC അറിയാലോ, നമുക്ക് ചെറുത് 1 കിലോയൊക്കെ ആയിട്ട് പോകാനാണെങ്കിൽ 80 രൂപ, അത് ബൊഗൻവില്ല ആകുമ്പോഴേക്കും 100 രൂപ, കാരണം കുറച്ച് വെയിറ്റ് കൂടുതലായിട്ടാണല്ലോ വരണത്. അത് വെയർപോട്ടിൻ്റെ റേറ്റ് ആട്ടോ. ഇനി വിത്ത് പോട്ടാണെങ്കിൽ 5 to 7 കിലോ അല്ലെങ്കിൽ 10 കിലോ 20 കിലോ ഒക്കെ ആയിട്ടുള്ള ഓരോ 5 കിലോ പോട്ടുകൾ എടുക്കുമ്പോഴേക്കും അതനുസരിച്ച് നല്ല രീതിയിൽ കുറച്ചിട്ട് തന്നെയാട്ടോ DTDCയും പറയണത്. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് വരാം. ഇത്രയാണ് നമ്മളുടെ കൊറിയർ ചെയ്യുന്ന സർവീസുകൾ അല്ലെങ്കിൽ പ്ലാന്റ് ഡെലിവറി ചെയ്യുന്ന സർവീസുകൾ. അടിപൊളി പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അതായത് ചില്ലീസിൻ്റെയൊക്കെ നല്ല വലിയ പ്ലാന്റുകൾ. നമുക്ക് ഈ റെയർ വെറൈറ്റി കളക്ട് ചെയ്യാനായിട്ട് ഫിനാൻഷ്യലി പ്രശ്നമുള്ളവർക്കും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 4-5 പ്ലാന്റുകൾ ഒരുമിച്ച് ഇപ്പോൾ എപ്പോഴും ഓരോരോ പ്ലാന്റ് ഓരോ കളർ വയ്ക്കാണ്ട് ഒരു പ്ലാന്റിൻ്റെ തന്നെ 2 കളറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കോംബോ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലീസിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട്. നമ്മൾ കവർ പാക്കറ്റ് 4 ചില്ലി 1000 രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നു. അതിൻ്റെ കുറച്ചുകൂടെ സൈസ് വലുതായിട്ട് വന്നപ്പോഴേക്കും 4 പാക്കറ്റുകൾ നമ്മൾ 1100 രൂപയ്ക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ കിഡിലൻ വിലയിലാട്ടോ നമ്മൾ ചില്ലീസിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് കൊടുക്കുന്നത്. നമ്മുടെ വാട്ടർ മെലോൺ യെല്ലോ ആട്ടോ. ഈ യെല്ലോയും ചില്ലിയും തമ്മിലുള്ളൊരു വ്യത്യാസം കാണിച്ചു തരണതാണ്. ഈ വാട്ടർ മെലോണിൻ്റെ യെല്ലോയിലൊന്നും ഇങ്ങനത്തെ ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈനോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ചില്ലീസിൻ്റെ പ്ലാന്റ്സിന് അങ്ങനത്തെ ഒരു ലൈൻ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഹൈലൈറ്റ് ആണ് ആ പൂക്കൾ. ചില്ലീസിൻ്റെ പൂക്കൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അതായത് നമുക്ക് ഇത് കണ്ടില്ലേ, ഒരു ലൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വാട്ടർ മെലോണിൽ. എല്ലാ ചില്ലീസിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചില്ലീസിൻ്റെ 5 വെറൈറ്റി പ്ലാന്റുകളാണ് ഉള്ളത്. ചില്ലി വൈറ്റ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഐസ്ക്രീം, ഇത്രയും പ്ലാന്റ്സുകളാണ് ഉള്ളത്. അതിൽ ലൈൻ ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ തന്നെ ടൈഗർ ബ്രൗണിയുടെ ഒക്കെ അടിപൊളി പ്ലാന്റ് വന്നിട്ടുണ്ട്. ഞാൻ കോംബോ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും തന്നെ ഓരോ സിംഗിൾ പോണേക്കാളും കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും 100 രൂപയൊക്കെ എന്താണെങ്കിലും കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ കോംബോ ആഡ് ചെയ്യണത്. പിന്നെ കോംബോയിൽ സൈസ് ചില പ്ലാന്റ്സുകൾക്ക് മാത്രമേ നമ്മൾ സൈസ് വ്യത്യാസത്തിൽ കോംബോ കൊടുക്കുന്നുള്ളൂ. ചിലത് നമുക്ക് വരണത് അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബ്രൗണിയുടെ ഒക്കെ ഇത്രേ വന്നിട്ടുള്ളൂ. അത് അങ്ങനെ തന്നെ കോംബോയിലേക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സിംഗിളായിട്ടില്ല, കോംബോ മാത്രമാണ്. മൂൺലൈറ്റും ടൈഗർ ബ്രൗണിയും കൂടിയിട്ടുള്ള ഒരു കോംബോയാണ് ഫസ്റ്റ് കോംബോ. നോക്കിക്കോളുക, 1500 രൂപയാണ്. 2 നല്ല റെയർ പ്ലാന്റ് ആണ് കേട്ടോ. മൂൺലൈറ്റ് യെല്ലോയും ടൈഗർ ബ്രൗണിയുടെ, അതായത് ഇത് വയലറ്റ് പർപ്പിൾ കളർ കേട്ടോ. ഭയങ്കര രസമുള്ളൊരു കളറാണ്. കോമ്പിനേഷൻസ് നോക്കിക്കേ. നമ്മൾ ഈ സാരിയൊക്കെ എടുക്കുമ്പോഴേക്കും നല്ല ബ്ലാക്ക്, റെഡ്, അതുപോലെ മഞ്ഞ, പച്ച, കാഞ്ചീപുരമൊക്കെ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള സാരികളൊക്കെ ബോർഡർ വരുന്ന രീതിയിലല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിപ്പം ചെടികളാണെങ്കിലും റെഡിൻ്റെ കൂടെ ഒരു യെല്ലോ വയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒരു വൈറ്റ് വയ്ക്കുക, അങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴേക്കും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ഇത് കാണാനായിട്ട്. എപ്പോഴും ഞാൻ പറയും, സിംഗിൾ ഒരു പ്ലാന്റ് വെക്കാണ്ട് ഒരു വെറൈറ്റി തന്നെ 2 എണ്ണം കൂടി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളയോ അല്ലെങ്കിൽ വേറൊരു കളറോ കോമ്പിനേഷൻ കളറോ വെച്ചാൽ നല്ല രസമാണ്. ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ്. മൂൺലൈറ്റ് യെല്ലോ മൂൺലൈറ്റ് ഈ ഒരു സൈസാണ്. നല്ല ഒരു ലെമൺ യെല്ലോ, നല്ല നാരങ്ങയുടെ കളർ കയറി വരും കേട്ടോ ആ മൂൺലൈറ്റിൽ. അതുപോലെ തന്നെ ടൈഗർ ബ്രൗണി, രണ്ടും ഇത് എത്ര ഇഞ്ചാണ് എനിക്ക് അറിയത്തില്ല. വെയിറ്റ് വരണത് 5 കിലോ to 7 കിലോ ആണ് വെയിറ്റ് വരണത്. കാരണം ലെഫ്റ്റിനകത്ത് ഇരിക്കുന്ന യെല്ലോയ്ക്കകത്ത് കുറച്ചുകൂടി മണ്ണ് കൂടുതലാണ്, അപ്പോൾ ആ വെയിറ്റ് കൂടുതലായിട്ട് വരും. റൈറ്റിലിരിക്കുന്ന ടൈഗർ ബ്രൗണിൽ കുറച്ച് മണ്ണ് കുറവാണ്, അപ്പോൾ ആ വെയിറ്റ് അതനുസരിച്ചിട്ട് കുറയും. അപ്പോൾ അത് നിങ്ങൾ ഇഞ്ച് എനിക്കറിയത്തില്ല, ഇതാണ് വെയിറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ DTDC കൊറിയനാന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2 കൂടി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റേറ്റ് ആയിരിക്കും നമ്മൾ പറയണത്. പെറ്റ്സ് ആണെങ്കിൽ മിനിമം 3 എണ്ണം കേട്ടോ. അല്ലെങ്കിൽ ഹോം ഡെലിവറി ആണെങ്കിലും അതങ്ങനെയാണ് ചാർജ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മുടെ ചില്ലീസിൻ്റെ 4 വെറൈറ്റി ചില്ലികളാണ്. 1500 രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ വില. 4ഉം വലിയ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിൻ്റെ വെയിറ്റ് കറക്റ്റായിട്ട് 5 to 7 കിലോയാണ്. അത്യാവശ്യം നല്ല മെച്യൂറായ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതായത് വലിയ വെറൈറ്റികൾ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം 1500 രൂപയ്ക്ക് 4 വലിയ പ്ലാന്റുകളാണ് കേട്ടോ കിട്ടുന്നത്. ഓരോന്ന് നോക്കുമ്പോഴേക്കും ചില്ലി ഐസ്ക്രീം ഒക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. 450-500 രൂപയൊക്കെ ഈ ഒരു റേറ്റിലുള്ള ചില്ലി ഐസ്ക്രീം ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഇതിലും വിലയായിരുന്നു, ഇപ്പോൾ കുറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഇൻഡിവിജ്വലി ബാക്കിയുള്ളതിനൊക്കെ അതിലും വില കുറച്ചുകൂടെയും കുറവുള്ളതുണ്ട്, കൂടുതലുണ്ട്. കവർ പാക്കറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ 4 എണ്ണം ഞാൻ 1000 രൂപയ്ക്ക് കൊടുത്തിരുന്നു. ദെൻ 1100 രൂപയ്ക്കും കൊടുത്തിരുന്നു. അത് വരണതനുസരിച്ചിട്ട് നമുക്ക് വില വ്യത്യാസം വന്നതാണ്. ഇതിപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. എന്താണെങ്കിലും അത് പ്രോഫിറ്റാണ്, നല്ലൊരു ബഡ്ജറ്റ് റേറ്റ് ആണ്. കാരണം ഇത്രയും വലിയൊരു പ്ലാന്റ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം നമുക്ക് 1 ഇയർ ആണ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത്രയും സൈസായിട്ട് ഇങ്ങനെ ഹെവി ബുഷി പ്ലാന്റ്സോട് കൂടിയിട്ട്
ഫ്ലവേഴ്സോട് കൂടിയിട്ട്. നമുക്ക് റെഡിന് മാത്രം ഫ്ലവേഴ്സ് അത്രയ്ക്ക് പറയത്തില്ല കേട്ടോ, കാരണം റെഡ് കുറച്ച് ബൾക്ക് പോയി ഫ്ലവർ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന റെഡിന് ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ. ബാക്കി 3 അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ഉണ്ട്. റെഡ് കുറച്ച് മാത്രമേ ഫ്ലവർ ആയിട്ടുള്ളൂ, ബാക്കിയൊന്നും അത്രയ്ക്കൊരു ഫ്ലവേഴ്സ് ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പ്ലാന്റ്സിൻ്റെ സൈസ് തന്നെ നോക്കിക്കോട്ടോ, അത്രയ്ക്ക് വലിയ സൈസാണ്. ഈ ചില്ലി ഐസ്ക്രീമിൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ചില്ലി ഐസ്ക്രീം എന്ന് പറയുമ്പോഴേക്കും അതിനകത്തേക്ക് വെരിഗേഷൻ അങ്ങോട്ട് കയറി വരണേ ഉള്ളൂ കേട്ടോ. ഇത് വെരിഗേഷൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിസ് ഇന്ത്യ, മിസ് വേൾഡ്, പിന്നെ അതുപോലെ ലേഡി ബേർഡ്, തായ്ലൻഡ് ഇമ്പീരിയൽ ഡിലൈറ്റ്, അതിൻ്റെയൊക്കെ പോലെ മിക്സിങ് കളറാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ എന്ന് വെച്ചാൽ നല്ല ഹൈ റേറ്റാണ്, ഇമ്പോർട്ട് ചെയ്ത് വന്നതായതുകൊണ്ട് തന്നെ നല്ല ഹൈ റേറ്റാണ്. അപ്പോൾ ആ റേറ്റിനകത്തേക്ക് ഈ ചില്ലിയുടെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ. കാരണം അത്രയ്ക്കൊരു കളറാണ് അതിനകത്ത് ആ ഒരു ചില്ലി ഐസ്ക്രീമിനകത്ത് കയറി വരണത്. നല്ലൊരു വെരിഗേഷൻ കളർ കയറി വരും കേട്ടോ. ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, ഫോട്ടോ ആഡ് ചെയ്തേക്കാം, അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അടിപൊളിയാണ്. സൈസ് നിങ്ങൾ നോക്കിക്കേ, എത്ര ഞാനത് മാറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇതിനകത്ത് എത്ര ക്ലാരിറ്റിയിൽ വരണോ എന്ന് അറിയത്തില്ല, വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പം നമ്മുടെ മൊബൈലിനകത്ത് നല്ല രസമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് നമ്മളുടെ വീഡിയോയിനകത്തേക്ക് വന്ന് എഡിറ്റിങ്ങിൻ്റെ സമയം നോക്കുമ്പോഴേക്ക് ഒരു ഇരുണ്ടായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കോംബോ റേറ്റാണ് 1500. ഇത്രയും വലിയ പ്ലാന്റ്സാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടും ബഡ്ജറ്റ് റേറ്റാണ്. വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. 4 പ്ലാന്റ്. ചില്ലി ഐസ്ക്രീം കണ്ടോ, ഭയങ്കര രസമാണ്. നല്ലൊരു ലൈറ്റ് നീല കളറ്, വൈലറ്റ് അല്ല നീലയാണോ, ഇങ്ങനെ കയറി വരും കേട്ടോ. പിന്നെ ആ ലീഫ് ഫ്ലവറിനകത്തുള്ള ഒരു ലൈൻ ഞാൻ പറഞ്ഞില്ലേ, അത് ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ ചില്ലി വെറൈറ്റിക്ക്. ഐസ്ക്രീമിൽ അത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുവേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കോംബോ. 4 ചില്ലിസിൻ്റെ പ്ലാന്റ്സുകൾ 1500. മഹാരയുടെ ഒരുപാട് വെറൈറ്റികൾ, ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് മഹാര. ഓൾറെഡി ഞാനിത് കോംബോയിൽ 5 എണ്ണം 1000 രൂപ എന്ന് പറയുന്ന ആ ഒരു കോംബോയിൽ മഹാര ഒരുപാട് കളേഴ്സ് ഞാൻ കൊടുത്തിരുന്നു. 5 എണ്ണത്തിന് 1000 രൂപയായിരുന്നു കേട്ടോ. എയർപോർട്ടായിട്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഷിപ്പിങ്ങും ഫ്രീ ആയിരുന്നു. ഒരുപാട് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. പിന്നെയും എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ് മഹാര. അപ്പോൾ ഇപ്പോൾ 1-2 കളേഴ്സ് മാത്രമാണ് സ്റ്റോക്കുള്ളൂ. ഇനി ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനതൊരു കുറച്ചുകൂടി എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മഹാര ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓൾമോസ്റ്റ് ഒരു 4-5 കളറായിരുന്നു. അതിൽ എനിക്കൊരു 3 കളേഴ്സായിരുന്നു എനിക്ക് കോംബോയിനകത്ത്. പിന്നെ നമ്മൾ വേറെ 2 കളർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ 5 പ്ലാന്റ്സിനകത്ത് കോംബോ കൊടുത്തത്. പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും. 1000 രൂപയ്ക്ക് 5 പ്ലാന്റ്, അതും ഫ്രീ ഷിപ്പിങ്. അതിനി ഇല്ല കേട്ടോ, കാരണം അത് അത്രയ്ക്ക് നമ്മളത് കൊടുത്ത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന മഹാര, ഈ മഹാരയുടെ കളർ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു പർപ്പിൾ, ഈ ഒരു കളർ സ്റ്റോക്ക് ഉണ്ട്. 150 മാത്രമാണ് റേറ്റ് ഉള്ളൂ. പിന്നെ ഒരു യെല്ലോ പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷേ അതൊരു പിങ്ക് ആയിട്ടും വെരിഗേഷനിലേക്ക് മാറി പോകുന്നുണ്ട്. അതുകൊണ്ട് അതെനിക്ക് അത്രയ്ക്കൊരു ക്ലാരിറ്റി പറയാൻ പറ്റുന്നില്ല. ആ ഒരു പർപ്പിൾ കളർ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. 150 മാത്രമാണ് വിലയുള്ളൂ. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ മഹാര വേറൊരു പ്ലാന്റും കൂടിയിട്ട് ഞാനൊരു കോംബോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ കണ്ടാൽ മതി. ഇതാണ് കേട്ടോ നമ്മുടെ മഹാര പ്ലാന്റ്സിൻ്റെ സൈസ് നോക്കിക്ക്, കുഞ്ഞിതൊന്നുമല്ല, നല്ല വലിയ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഒരു വലിയ പോട്ടിനകത്തേക്ക് വെച്ചാൽ തന്നെ ഓൾറെഡി ഇത് പോട്ടൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ പോട്ടിനകത്തേക്ക് മാറ്റുമ്പോൾ തന്നെ ഇതൊരു അത്യാവശ്യം നല്ല വലിയതായിട്ട് വീണ്ടും തോന്നും കേട്ടോ. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ ഹൈബ്രിഡുകൾക്ക് നമ്മുടെ സാധാ പൂ പോകുന്ന പോലെ പൊഴിഞ്ഞു പോകത്തില്ല. ഇമ്പോർട്ട് ചെയ്ത് കയറി വന്നിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂക്കൾ അത് വാടി തുടങ്ങുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊഴിഞ്ഞു പോകും. പക്ഷേ ഇങ്ങനത്തെ ഈ ഹൈബ്രിഡുകൾക്ക് പൂ പോകത്തില്ല കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഹൈബ്രിഡുകൾക്ക്, നാടൻ ഹൈബ്രിഡുകൾക്ക് അങ്ങനത്തെ പൂ പോകത്തില്ല. അത് നമ്മൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഭംഗിയില്ലാണ്ടിരിക്കും. ഈ ഒരു കളറും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അത് അധികം സ്റ്റോക്കൊന്നുമില്ല. ആ പർപ്പിൾ മാത്രമാണ് അധികമായിട്ടുള്ളൂ. ഇനി ഒരുപാട് എൻക്വയറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. കാരണം ഇതിപ്പോൾ സീസൺ തീരാൻ പോകുന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമ്മളൊന്ന് ലാഗായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അത് എൻക്വയറി അനുസരിച്ചിട്ടോ കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജ് കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനത് ഫൈനൽ ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന പ്ലാന്റ്സുകൾ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇനിയൊരു മഹാരയുടെയും ഈ ഒരു പ്ലാന്റും വെച്ചിട്ട് ഞാനൊരു കോംബോ ആഡ് ചെയ്തിട്ടുണ്ട്. 250 മാത്രമാണ് കേട്ടോ റേറ്റ് ഉള്ളൂ. രണ്ടും 150-150ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 300 രൂപയാണ്. അപ്പോൾ അതൊരു മാക്സിമം ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ബാക്കി നോക്കുമ്പോഴേക്കും നമ്മുടെ ട്രാവലിംഗ് ചാർജും എല്ലാം കൂടെ നോക്കുമ്പോഴേക്കും അതങ്ങോട്ട് പോകും. അപ്പോൾ ഈ 2 സെറ്റ് കേട്ടോ. ഈ പർപ്പിൾ കളറ് മഹാരയും പർപ്പിൾ കളർ തന്നെ ഒരു ലൈറ്റ് പിങ്ക് കേട്ടോ. ഇച്ചിരി വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ, വലിയ വ്യത്യാസം എടുത്ത് പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കാണാമല്ലോ ലെഫ്റ്റും റൈറ്റും ഇരിക്കുന്നത്. 250 കേട്ടോ കോംബോ റേറ്റ്.
ഇനി അടുത്ത SS പർപ്പിളാണ്. SS പർപ്പിളിൻ്റെ അടിപൊളി പ്ലാന്റ് കേട്ടോ. നല്ലൊരു പ്രത്യേകതയാണ്. നമ്മുടെ ബെറിയെ പോലത്തെ തന്നെ, ബെറിയേക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ട് തിക്കായിട്ടുള്ളൊരു ഫ്ലവർ കാര്യങ്ങളാണ്. ഇത് ഒരുപാട് ആളുകൾ ബെറി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ അത് SS പർപ്പിളാണ്. അതാണ് ഫോട്ടോസ് കാണിച്ചു തന്നിരിക്കുന്നത്. അടുത്ത കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SS പർപ്പിളിൻ്റെയും സ്പ്ലാഷ്, ബട്ടർഫ്ലൈ സ്പ്ലാഷ് കുറച്ച് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ബട്ടർഫ്ലൈ സ്പ്ലാഷ് ഒരിടയ്ക്ക് തീർന്നിരുന്നു, ഒരുപാട് ചോദിച്ചിരുന്നു, വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1350 രൂപയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഈ കോംബോയുടെ റേറ്റ് വരണത്. SS പർപ്പിളിൻ്റെ ഈ ഒരു സൈസ് മെയിനായിട്ട് ഹാങ്ങിങ് ആണ് കേട്ടോ. ഹാങ്ങിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹാങ്ങിങ്ങിന് വേണ്ടി എൻക്വയറി ചെയ്യുന്ന ആളുകൾ ഈ ഒരു പ്ലാന്റ്സ് വാങ്ങിച്ചോളുക. ഇതിൽ നല്ല ഷെയ്ഡാട്ടോ. അതെ, ഇതിപ്പോൾ നോക്കിയപ്പോഴേക്കും അത്യാവശ്യം ഇരുണ്ട് തുടങ്ങിയിരിക്കുന്നു. വെയിൽ നല്ലതായിട്ട് ഇതിനകത്തേക്ക് ക്യാമറയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും അത്രയ്ക്കൊരു തോന്നുന്നില്ല. എനിക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയെങ്കിലും നല്ല കളറായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോൾ അത്രയും കളർ തോന്നുന്നില്ല, നല്ല വെയിലായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, കുറച്ചുകൂടെ കളറുണ്ട്. സ്പ്ലാഷ് ആണെങ്കിലും നല്ല വെരിഗേഷൻ കയറിയിട്ടുള്ള സ്പ്ലാഷിൻ്റെ ബട്ടർഫ്ലൈ ആണ് വന്നിരിക്കുന്നത്. രണ്ടിൻ്റെയും കോംബോ പ്രൈസ് 1350 ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ കോംബോ ആഡ് ചെയ്തിരിക്കുന്നത്. ചില്ലീസിൻ്റെ അടിപൊളിയുണ്ട്, ടൈഗർ ബ്രൗണിയും മൂൺലൈറ്റ് യെല്ലോയും, രണ്ടും നല്ല റെയർ പ്ലാന്റ്സ് ആണ് കേട്ടോ. റെയർ വെറൈറ്റിയിൽ തന്നെ വരേണ്ട പ്ലാന്റ്സ് ആണ്. അതും നല്ലൊരു ബഡ്ജറ്റ് റേറ്റ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് നോക്കിക്കുക, അത് തന്നെ എനിക്ക് എടുത്തെടുത്ത് ഇത് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. ഈ യെല്ലോയും ഈ ഒരു വയലറ്റ് കളറും ഭയങ്കരമായിട്ട്, ആ യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതിനകത്തൊരു ഗ്രീന് കൂടി കയറി വന്നുകൊണ്ട് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഫുള്ളി ഗ്രീൻ ലീഫിനേക്കാളും എപ്പോഴും ഞാൻ പറയണതാണ്, വെരിഗേഷൻസ് വന്നിട്ടുള്ള ലീഫ് ഇപ്പോൾ പൂക്കളില്ലെങ്കിലും ആ ലീഫ് തന്നെ നിൽക്കുമ്പോഴും ഭയങ്കര രസമാണെന്നുള്ളത്. അങ്ങനെ നോക്കിക്കേ, ഇതിനകത്തേക്ക് ആ പൂക്കൾ വന്ന് നിൽക്കുമ്പോൾ എന്ത് ഭംഗിയെന്നുള്ളത്. അതുപോലെ തന്നെ മൂൺലൈറ്റും നല്ലൊരു കളറ്, എടുത്ത് പറയേണ്ട ഒരു ഗ്രീൻ കളറ്, പച്ചയല്ല, അത് യെല്ലോ കളറ് തന്നെയാണ്. യെല്ലോയിൽ ആ യെല്ലോ ഫ്ലവറോടെ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒരു രസം തന്നെയാണ് കേട്ടോ. ഹാങ്ങിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇതും. മൂൺലൈറ്റൊക്കെ ഹാങ്ങിങ് വേണമെങ്കിൽ ചെയ്തിടാം. അതുപോലെ തന്നെ ബ്രൂണിയുടെ പ്ലാന്റ്സും ഹാങ്ങിങ്ങിലേക്ക് ആക്കി ഇടാം കേട്ടോ. അപ്പോൾ സൈസ് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, സൈസ് ക്ലിയർ ചെയ്ത് കാണുക. ഇത് നമ്മുടെ വാജിദ് അലീഷയുടെ ഒരു 3-4 പ്ലാന്റ്സേ ഉള്ളൂ, ക്ലിയർ സെയിലാണ്. അതായത് ഒത്തിരി വളർന്നു പോയിട്ടുണ്ട്. കാര്യം കൂടി പറയാം, എനിക്കിത് റിപ്പോർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഞാൻ പ്രൊപ്പഗേഷനോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് തൈ പിടിപ്പിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് 100% വർത്തായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ അത് വാങ്ങിച്ചോളുക. അത്രയ്ക്ക് നമുക്കൊരു തൈ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. ഒരു മിനിമം ഒരു 3-4 എണ്ണമെങ്കിലും നമുക്ക് പിടിപ്പിക്കാനായിട്ട് പറ്റും. അത്രയും എനിക്കതിൻ്റെ ഒന്നും അളവ് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതാണ് കേട്ടോ നമ്മൾ സൈസ് പറയണത്. ഇത് ചെറിയ സൈസാണ്. മൊത്തം 3-4 പ്ലാന്റ്സേ ഉള്ളൂ. ഇതൊക്കെ കണ്ടില്ലേ, ഇത്രയും വലിയ പ്ലാന്റാണ്. ഇതിങ്ങനെ തന്നെ വിത്ത് പോട്ടായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിത്ത് പോട്ട് എടുത്തിട്ട് നിങ്ങൾക്കതിനെ ഈ ഒരു സീസൺ, ഈ ഒരു വെയിൽ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും അതിനെ കുറേ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പം 4 പ്ലാന്റ്സ് ആണ് കേട്ടോ സ്റ്റോക്കുള്ളൂ. വാജിദ് അലീഷ ഒരു അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ്, 600 രൂപയാണ് റേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കോമ്പോസ് ശ്രദ്ധിക്കുക. ബ്രൂണി, മൂൺലൈറ്റ് 1500. ചില്ലീസിൻ്റെ 4 കോമ്പോസ്, 4ഉം വലിയ പ്ലാന്റുകളാണ്, ചെറിയ ചില്ലീസ് അല്ല, വലിയ ചില്ലീസ് തന്നെയാണ്. 1500 രൂപയാണ്. അടുത്ത കോംബോ നമ്മുടെ SS പർപ്പിൾ ബട്ടർഫ്ലൈ സ്പ്ലാഷാണ്, 1350. പിന്നെ നമ്മുടെ മഹാരയുടെ പ്ലാന്റ്സ് നമ്മളൊരു കോംബോ ഇട്ടിട്ടുണ്ട്, 250. അതുപോലെ തന്നെ വാജിദ് അലീഷയുടെ പ്ലാന്റ് 600, ക്ലിയർ സെയിലാണ്. ആകെ 4-5 പ്ലാന്റ്സ്, 4 എണ്ണാന്ന് തോന്നുന്നു സ്റ്റോക്കുള്ളൂ. വീഡിയോ കണ്ടാൽ മതി, സൈസ് വളരെ ക്ലാരിറ്റിയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹോം ഡെലിവറി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഡ്രൈവറുടെ കോൺടാക്ട് നമ്പർ തരും. 300 പെർ ചാർജ് വരണത്, ഒരു ബോക്സ് വരണത്. ഹൈവേയിൽ ഹോം ഡെലിവറി 400. ഇനി അതിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സംസാരിക്കുക. പെറ്റ് സർവീസ് അവൈലബിൾ ആണ്. DTDC കൊറിയർ, സ്പീഡ് പോസ്റ്റ്, പ്രൊഫഷണൽ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഏത് സർവീസ് വേണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾ ചൂസ് ചെയ്തോളുക. ഏകദേശം വില, കൊറിയർ കാശ് എല്ലാം നോക്കുമ്പോഴേക്കും എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു കുറച്ച് വേരിയേഷൻസേ ഉള്ളൂ. എല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.